Hello everyone, welcome to yet another informative video of Triple I Commerce Academy. This is me Harry, English faculty. ICSI ബോർഡ് എല്ലാ മാസവും ഒരു ബുള്ളറ്റിൻ പുറത്തിറക്കാറുണ്ട്. ബിസിനസ് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടൊരു 4-5 ക്വസ്റ്റ്യൻസ്, അതിലുള്ള 5-6 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഡീൽ ചെയ്യുന്നുണ്ടാവുക. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ സെഷൻ. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ടൈപ്പ് ഓഫ് ലിസ്ണിംഗ് often involves active listening skills like paraphrasing and asking clarifying questions എന്നുള്ളതാണ്. I'll read out the question once again. A type of listening often involves active listening skills like paraphrasing and asking clarifying questions. ലിസ്ണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇതിന് 3-4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ എ ഫുൾ ലിസ്ണിംഗ്, ഓപ്ഷൻ ബി ഡീപ്പ് ലിസ്ണിംഗ്, ഓപ്ഷൻ സി ക്രിട്ടിക്കൽ ലിസ്ണിംഗ്, ഓപ്ഷൻ സി തെറപ്യൂട്ടിക് ലിസ്ണിംഗ്. ഇതിൽ ഫുൾ ലിസ്ണിംഗ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഓപ്ഷൻ എ ഫുൾ ലിസ്ണിംഗ്. വൈ? ബിക്കോസ് അതൊരു തരം ആക്റ്റീവ് ലിസ്ണിംഗ് ആണ് ഫുൾ ലിസണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ തെറപ്യൂട്ടിക് ലിസ്ണിംഗ് എന്ന് പറയുന്നതും ഒരു ആക്റ്റീവ് ലിസ്ണിംഗ് തന്നെയാണ്. ഇതിൽ ഫുൾ ലിസണിങ്ങിലാണ് നമ്മളൊരു എന്താ പറയണ്ടേ, ഒരു പാരഫ്രൈസിങ് അടക്കമുള്ള അല്ലെങ്കിൽ എന്താ പറയുക ക്ലാരിഫയിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് അത്രത്തോളം ഇൻറ്റൻസീവായിട്ട് നമ്മൾ കേട്ടിരിക്കുക, അല്ലെങ്കിൽ അത്ര ഇൻറ്റൻസീവായിട്ട് നമ്മൾ ലിസണിങ് എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് പോകുന്നത്. അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ആക്ച്വലി സ്പീക്കിംഗ് എന്താണ്, ഫുൾ ലിസണിങ് എന്ന് പറയുന്നതാണ്. Okay, and moving on to the next question, the second question that we have is, which of the following is not a method to overcome listening barriers? ഇതിൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യം which of the following is not a method എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലാത്തത് എന്തിന്, ലിസണിങ് ബാരിയേഴ്സിനെ ഓവർകം ചെയ്യാൻ ഉള്ളൊരു മെത്തേഡ് അല്ലാത്തത് ഇതിൽ ഏതാണെന്നുള്ളതാണ്. നമുക്ക് നോക്കിയാൽ ഓപ്ഷൻസ് നോക്കാമല്ലോ. ഓപ്ഷൻ എ പ്രയോറിറ്റൈസ് ലിസണിങ് ഓവർ സ്പീക്കിംഗ്, ഓപ്ഷൻ ബി റെഡ്യൂസ് ഔട്ട്സൈഡ് നോയ്സ്, ഹിൻഡ്രൻസസ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി പ്രാക്ടീസ് റിഫ്ലക്റ്റിംഗ് ഇൻസ്റ്റെഡ് ഓഫ് ഡിഫ്ലക്റ്റിംഗ്. ഓക്കെ, ആൻഡ് ഓപ്ഷൻ ഡി മാക്സിമൈസ് ഡിസ്ട്രാക്ഷൻസ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മാക്സിമൈസ് ഡിസ്ട്രാക്ഷൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഡി, ദിസ് ഇസ് ദ ആൻസർ അല്ലേ. ഡിസ്ട്രാക്ഷൻസ് കൂട്ടിയത് കൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ലിസണിംഗ് ബാരിയേഴ്സ് ഓവർകം ചെയ്യുന്നത്, that is not a method to overcome listening barriers. So അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് maximize distractions എന്ന് പറയുന്നതാണ്. Okay, moving forward, the third question is, which among the following is an example of negative message? താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൽ we have 1 2 3 4 ഓപ്ഷൻസ്. അതിൽ നെഗറ്റീവ് മെസ്സേജ് ഏതാണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സെൻറ്റൻസ് സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാമല്ലോ. The first statement that we have, the first message that we have is, the product was shipped on time. Does it look negative? No. ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, ആൻഡ് പ്ലീസ് ഡോണ്ട് ഹെസിറ്റേറ്റ് ടു റീച്ച് ഔട്ട് ഇഫ് യു നീഡ് എനി അസിസ്റ്റൻസ്. അതും എന്താണ് പറയുന്നത്, എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ്, എന്തെങ്കിലും അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു റീച്ച് ഔട്ട് എന്നുള്ളൊരു സംഭവമാണ്. അതൊരു പോസിറ്റീവ് സാധനമാണ് അല്ലേ. അത് അങ്ങനെയാണ് അതിൻ്റെ മീനിങ് വരുന്നത്. തേർഡ് വൺ, ഓപ്ഷൻ സി താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ഫീഡ്ബാക്ക്, ഇറ്റ് ഹെൽപ്സ് അസ് ഇംപ്രൂവ് അവർ പ്രോഗ്രസ്. ഇറ്റ് ഹെൽപ്സ് അസ് ഇംപ്രൂവ് അവർ പ്രോസസ്സസ്. അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ളൊരു സാധനമാണ്. ലെറ്റ്സ് ലിസൺ ടു ദ ഫോർത്ത് വൺ. കോസ്റ്റ് ഫോർ റിപ്പയർ ഇസ് ടു ബി ബോൺ ബൈ റിസീവർ, നോട്ട് ദ കമ്പനി. ഇതാണ് കമ്പാരിറ്റീവ്ലി ഇതിൽ എന്തുള്ള ഒരു നെഗറ്റീവ് മെസ്സേജ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന മെസ്സേജ്. സോ ഓപ്ഷൻ ഡി, കോസ്റ്റ് ഓഫ് റിപ്പയർ ഇസ് ടു ബി ബോൺ ബൈ റിസീവർ, നോട്ട് ദ കമ്പനി എന്നുള്ളതാണ് ഇതിൻ്റെ ഉത്തരം ആയിട്ട് വരുന്നത്. ഏത്, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് നെഗറ്റീവ് മെസ്സേജ്? ഇതിലുള്ള നെഗറ്റീവ് മെസ്സേജ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് റിപ്പയർ ഇസ് ടു ബി ബോൺ ബൈ റിസീവർ, നോട്ട് ദ കമ്പനി. കമ്പനിക്ക് യാതൊരു ഉത്തരവാദിത്തമില്ല, അത് റിസീവറിൻ്റെ കയ്യിലുള്ള ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം വരുന്നത്. സോ ദിസ് ഇസ് ദ ആൻസർ ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. മൂവിങ് ഓൺ, ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ്, നാലാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കിക്കോ. ഗൂഗിൾ ക്രോം ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. ഗൂഗിൾ ക്രോം എന്ന് പറയുന്നത് എന്തിനുള്ള എക്സാമ്പിളാണ്? അതൊരു ബ്രൗസറാണോ, ഒരു സെർച്ച് എഞ്ചിനാണോ, അതുപോലെ ഒരു ഇൻട്രാനെറ്റ് ആണോ? ഇൻട്രാനെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിനെയാണ് നമ്മൾ ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്. ഇൻ്റർനെറ്റും ഇൻട്രാനെറ്റും നമ്മൾ ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ട്. സോ ഇൻട്രാനെറ്റ് ആണോ, വെബ്സൈറ്റ് ആണോ? ഇതിലെന്താണ് ഗൂഗിൾ ക്രോം എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ആക്ച്വലി ഗൂഗിൾ ക്രോം എന്ന് പറയുന്നത്? വെബ്സൈറ്റ് ആണോ? അല്ല. ഒരു ഇൻട്രാനെറ്റ് ആണോ? അല്ല. സെർച്ച് എഞ്ചിൻ ആണോ? സെർച്ച് എഞ്ചിനും അല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഗൂഗിൾ ക്രോം ഇസ് ആക്ച്വലി ഒരു ബ്രൗസറാണ് അല്ലേ. സോ ഗൂഗിൾ ക്രോം എന്ന് പറയുന്നത് ബ്രൗസറാണ് എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ, ഓപ്ഷൻ എ. ആൻഡ് മൂവിങ് ഓൺ ടു ദ ഫൈനൽ ക്വസ്റ്റ്യൻ, ദ ക്വസ്റ്റ്യൻ ദറ്റ് വി ഹാവ് ഇസ്, വാട്ട് ഡസ് ദ ഇഡിയം ബൈറ്റ് ദ ബുള്ളറ്റ് മീൻ?
ബൈറ്റ് ദ ബുള്ളറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇഡിയത്തിനെ ബേസ് ചെയ്തിട്ടാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. എന്താണ് ബൈറ്റ് ദ ബുള്ളറ്റ് എന്ന് അറിയോ? ആക്ച്വലി ഈ ഒരു ഇഡിയം ഉണ്ടാവുന്നതിനൊരു ഹിസ്റ്ററി, പല ഒപ്പീനിയൻസ് ഉണ്ട്. അതിലുള്ള ഒരു എന്താ പറയേണ്ട അസംഷനാണ് ഈ പട്ടാളക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, സോൾജേഴ്സൊക്കെ. അപ്പോൾ അവർ ഏതെങ്കിലും തരത്തിൽ വൂണ്ടഡ് ആകുന്ന സമയത്ത്, മുറിവുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സർജറി പ്രാക്ടീസസ് ചെയ്യുന്നതിന് വേണ്ടി അനസ്തേഷ്യ കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കിങ്ങനെ കടിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടൊരു മെറ്റലിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു ഒരു ഷീൽഡ് പോലുള്ള സാധനം കൊടുക്കും. അപ്പോൾ അതിങ്ങനെ ബൈറ്റ് ചെയ്തിട്ട് ആ പെയിനെ കടിച്ചമർത്തുന്ന അങ്ങനത്തെ ഒരു സംഭവം ഇതിൻ്റെ ട്രേസ് ആയിട്ട്, ഈ ഒരു ഇഡിയമിൻ്റെ ട്രേസ് ആയിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ ദാറ്റ് ക്യാൻ ബി ആൻ എക്സ്പ്ലനേഷൻ. അതുപോലെ പല എക്സ്പ്ലനേഷൻസ് ഉണ്ട്. എന്താണെങ്കിലും ഇതിൻ്റെ മീനിങ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ പറഞ്ഞ എക്സ്പ്ലനേഷൻ വെച്ച് ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഏതാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോണേ. അത് ഒരു മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ദി ആൻസർ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർലി നിങ്ങൾക്ക് അതിൻ്റെ മീനിങ് വെച്ചിട്ട് തന്നെ പോകാം. ഓക്കെ, ഓപ്ഷൻ എ, ടു ഈറ്റ് സംതിങ് വെരി ക്വിക്ക്ലി. ക്വിക്കായിട്ട് എന്തെങ്കിലും കഴിക്കുക, ഭക്ഷണം. അതാണ് ഒരു ഓപ്ഷനായിട്ട് തന്നിരിക്കുന്നത്. എന്തെങ്കിലും ആർത്തിയോടെ കഴിക്കുക, ഓപ്ഷൻ എ. ഓക്കെ, ഓപ്ഷൻ ബി, ടു ഫേസ് എ ഡിഫിക്കൾട്ട് ഓർ അൺപ്ലസൻറ്റ് സിറ്റുവേഷൻ വിത്ത് കറേജ്. ധൈര്യത്തോടെ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, നമുക്ക് അത്ര താല്പര്യമില്ലാത്തൊരു സിറ്റുവേഷനെ, അത്ര കുറച്ച് അൺപ്ലസൻ്റ് ആയിട്ടുള്ള, അത്ര താല്പര്യമില്ലാത്തൊരു സിറ്റുവേഷനെ ഫേസ് ചെയ്യാം. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. ഓപ്ഷൻ സി എന്താണ്? ടു റിമെയിൻ സൈലൻറ്റ് ഇൻ എ ടെൻസ്ഡ് സിറ്റുവേഷൻ. ഭയങ്കര ടെൻഷനുള്ള ഒരു സിറ്റുവേഷനിൽ സൈലൻ്റ് ആയിട്ടിരിക്കുക. അതാണ് മൂന്നാമത്തെ. നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ടു സ്പീക്ക് ഹാഷ്ലി ടു സമൺ. ഹാഷ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? പരുഷമായിട്ട് ഭയങ്കര റഫായിട്ട് സംസാരിക്കുക, ഒരാളെ വാക്ക് കൊണ്ട് വേദനിപ്പിക്കുക, അതൊക്കെയാണ് ഹാഷായിട്ട് സംസാരിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം വരുന്നത്. സോ ഇതിൽ കറക്റ്റായിട്ടുള്ള മീനിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ബൈറ്റ് ദ ബുള്ളറ്റിൻ്റെ മീനിങ് എന്ന് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഓപ്ഷൻ ബി ആണ്, അല്ലേ? എന്താണ്? ടു ഫേസ് എ ഡിഫിക്കൾട്ട് ഓർ അൺപ്ലസൻറ്റ് സിറ്റുവേഷൻ വിത്ത് കറേജ് എന്നുള്ളതാണ്. ഓക്കെ, സോ ഐ ഹോപ്പ് ആൻസേഴ്സ് ഒക്കെ എവിടെയെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും, ഇൻഫർമേറ്റീവ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് ലിസണിങ്. താങ്ക് യു.